ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഫാൽക്കൻസ് PSC അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. അപ്പോഴേ നമ്മുടെ PYQ സീരീസിന്റെ അടുത്തൊരു സെഷനാണിത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൂടെ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുകയാണ് അല്ലേ. ഈ ചോദ്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ മാസാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. താരതമ്യേന നമ്മുടെ പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ സിവിക്സ് അല്ലെങ്കിൽ പൗരധർമ്മം അല്ലെങ്കിൽ +2 ലെവൽ വരെ കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. കഴിഞ്ഞ നമ്മുടെ സീരീസിൽ മുഴുവൻ മാർക്കും നേടിയവരുണ്ട്, എന്നാൽ കുറച്ച് മാർക്കുകൾ മാത്രം വാങ്ങിയവരും ആദ്യമായി പഠനരംഗത്ത് വന്നവരും ഒക്കെ ഉണ്ട്. നമുക്കിതാ എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ സെറ്റായിട്ടുള്ള, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് തന്നെ കിടക്കാം. പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഇതാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പോലീസിംഗ്, 2 അഴിമതി, 3 മനുഷ്യാവകാശ ലംഘനം, 4 അഭിമാന കൊലകൾ. ഏതാണ് ശരി ഉത്തരം പറയാമോ? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഓൾ ഓഫ് ദി അബോവ് അല്ല നമുക്കറിയാം, കാരണം എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു കോമൺ സെൻസ് വെച്ചിട്ട് ഒരെണ്ണം ഒഴിവാക്കാം. ഏതാണ്? അഭിമാന കൊലകൾ. അഭിമാന കൊലയാണെങ്കിലും ദുരഭിമാന കൊലയാണെങ്കിലും ഒക്കെ തന്നെ ഇതിന്റെ പരിധി വിവരാവകാശത്തിന്റെ പരിധിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇതെന്തായാലും വരുന്നതല്ല, നമുക്കറിയാം അല്ലേ. മനുഷ്യാവകാശ ലംഘനം വന്നേക്കാം, അഴിമതി വന്നേക്കാം. പോലീസിങ്ങുമായി ബന്ധപ്പെട്ടും ഈ വിവരാവകാശത്തിന്റെ പരിധിയുമായി ബന്ധമുള്ള കാര്യമല്ല, പോലീസിങ്ങും അല്ല. അപ്പൊ ശരി ഉത്തരം 2 and 3. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഏതാ? ഓപ്ഷൻ ബി 2 and 3. എത്ര പേർ കറക്റ്റായി ശരി ഉത്തരം പറഞ്ഞു? കൃത്യമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യത്തിന് കറക്റ്റായി ഉത്തരം പറഞ്ഞവരുണ്ടോ? അപ്പോഴേ ഉദ്യോഗാർത്ഥികളെ, വിവരാവകാശ നിയമം പഠിക്കാത്തവരല്ല നിങ്ങൾ, അറിയാത്തവരല്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ്. പക്ഷേ വിവരാവകാശ നിയമത്തിന്റെ നമുക്ക് സെക്ഷൻ 8 പ്രകാരം, സെക്ഷൻ 8 പറയുന്നു, ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഗവൺമെന്റിന് പൊതുജനങ്ങളോട് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടാൻ ബാധ്യതയില്ല. ഏതൊക്കെയാണ് വിവരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ, ഇന്ത്യയുടെ വിദേശ ബന്ധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് രഹസ്യാത്മക സ്വഭാവത്തോടു കൂടി കൈമാറിയ വിവരങ്ങൾ, ഒരു വ്യക്തിയുടെ ജീവനെയോ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന പ്രധാനപ്പെട്ട സുരക്ഷാ ആവശ്യങ്ങൾക്കായി കൈമാറിയ വിവരങ്ങളുടെ ഉറവിടം വെളിവാക്കുന്ന വിവരങ്ങൾ, കോടതി മുഖാന്തരം ട്രൈബ്യൂണലോ കോടതിയോ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യാൻ വിലക്കിയിട്ടുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ പരസ്പര വിശ്വാസപൂർവം കൈമാറിയ രഹസ്യങ്ങൾ തുടങ്ങിയ, അല്ലെങ്കിൽ ഇന്ത്യയുടെ യുദ്ധതന്ത്രവുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അല്ലെ, ക്യാബിനറ്റ് പേപ്പറുകൾ മുതലായവയൊന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധി ഉൾപ്പെടുന്നതല്ല. ഓക്കെ, അല്ലെങ്കിൽ വെളിപ്പെടാൻ ബാധ്യതയില്ല. എന്നാൽ വകുപ്പ് 24 പ്രകാരം, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം ചില സംഘടനകളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. ഉദാഹരണത്തിന് റോ പോലെയുള്ള സംഘടന, അല്ലെങ്കിൽ നമുക്കറിയാം ഇൻകം ടാക്സ് ബ്യൂറോ പോലെയുള്ള സംഘടന, അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സേനകൾ പോലെയുള്ള സംഘടന, ഇതൊന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല. പക്ഷേ ചില വിഷയങ്ങളിൽ ഈ സംഘടനകളും മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ അനുമതിയോടുകൂടി തന്നെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം. ഏതൊക്കെ വിഷയങ്ങളിലാണെന്ന് വെച്ചാൽ, 1 മനുഷ്യാവകാശ ലംഘനം, 2 അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. അതാണ് ഇവിടുത്തെ കാണുന്നുണ്ടോ, മനുഷ്യാവകാശ ലംഘനം, അഴിമതി ശരിയാവാൻ കാരണം. അപ്പൊ നമുക്ക് ആ സംഘടനകളുടെ ലിസ്റ്റ് വളരെ പെട്ടെന്ന് നോക്കാം. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത സംഘടനകൾ ഏതല്ല? പെട്ടെന്ന് പറഞ്ഞ ഏതൊക്കെയാണ് നോക്കുക. അസാം റൈഫിൾസ്, ഇന്റലിജൻസ് ബ്യൂറോ IB, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അതാണ് നമ്മൾ റോ എന്ന് പറഞ്ഞു, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. പിന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP ഉണ്ടോ. അതുപോലെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG കമാൻഡോസ്, NSG നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. പിന്നെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, സശസ്ത്ര സീമാ ബെൽ, അതുപോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, ഡയറക്ടർ ജനറൽ ഇൻകം ടാക്സ്, ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്, ബോർഡർ റോഡ് ഡെവലപ്മെന്റൽ ഓർഗനൈസേഷൻ, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF, മനസ്സിലാവുന്നുണ്ടോ? മുതലായ
പ്രതിരോധ വിഭാഗവുമായി ബന്ധപ്പെട്ട സേനാ വിഭാഗങ്ങൾ, രാഷ്ട്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില ഓർഗനൈസേഷനുകൾ, ഇത്തരം സംഘടനകളൊന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നല്ല. എന്നാൽ ദാ കിടക്കുന്നു കണ്ടോ, മനുഷ്യാവകാശം, അഴിമതി എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ, സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ അല്ലെ, വിവരാവകാശ കമ്മീഷന്റെ അനുമതിയോടെ എന്ത് ചെയ്യാം, വിവരങ്ങൾ നൽകാവുന്നതാണ് എന്ന് പറയുന്നു. ഇവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മേൽപ്പറഞ്ഞ സംഘടനകളിലും അതുപോലെ പ്രത്യേക സാഹചര്യങ്ങളിലും വിവരങ്ങൾ വെളിപ്പെടുത്താൻ ബാധ്യതയില്ല, സംഘടനകൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യാവകാശ പ്രശ്നം, അഴിമതി, ഈ രണ്ട് പ്രശ്നങ്ങളിലാണെങ്കിൽ കൃത്യമായിട്ടും അല്ലെ, ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കറപ്ഷൻ, ഈ രണ്ട് വിഷയങ്ങളിൽ കൃത്യമായി മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ അനുമതിയോടെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം തേടാൻ അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്നതാണ്. ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ ചോദ്യം വളരെ ഈസി ആയിരുന്നു എന്ന് എനിക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുള്ള പ്രീവിയസ് ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ചോദ്യം ഇതും മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ചുള്ള തന്നെ ചോദ്യമാണ്. മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം, മനുഷ്യാവകാശ ദിനമൊക്കെ നിങ്ങൾക്ക് അറിയാം, പ്രമേയം 2024 ചോദ്യം, 24. ഓക്കെ, നമുക്കറിയാം പലപ്പോഴും കറണ്ട് അഫയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത് 23-ലെയും 24-ലെയും COVID-19 വസ്തുതകൾ പോലും കറണ്ട് അഫയേഴ്സ് ആയിട്ട് കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചതാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ശരി, അപ്പൊ ഇവിടുത്തെ ഉത്തരം നോക്കുക. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം, നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ, എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി, എല്ലാവർക്കും അന്തസ്സ്, സ്വാതന്ത്ര്യം, നീതി, സമത്വം, അസമത്വങ്ങൾ കുറയ്ക്കൽ, മനുഷ്യാവകാശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൽ, എല്ലാം only 1, 2, 3, 4. ഇതിൽ ഏതാ ഒന്ന് മാത്രമേ ശരിയുള്ളൂ? ഏതാണ് പറയാമോ? അപ്പോ 2024 മുതൽ 26 വരെയുള്ള മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓർത്തിരിക്കണം ഉദ്യോഗാർത്ഥികളെ. അപ്പൊ നമുക്കറിയാം ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്ന് നമുക്കറിയാം അല്ലെ. ഡിസംബർ 10 അല്ലെ. ഐക്യരാഷ്ട്ര സഭയുടെ സമ്മേളനം എല്ലാം ചേർന്നതിന്റെ ഓർമ്മയ്ക്ക് ഡിസംബർ 10 നമ്മൾ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ 2024 തൊട്ടുള്ള പ്രമേയങ്ങൾ പറയാം. 2024 പ്രമേയം ഇതിനകത്ത് നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ എന്നുള്ളതല്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി, അതാണ് ശരി ഉത്തരം. രണ്ടാമത്തെ 2 only, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി, എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. കറക്റ്റ് ആണോ? നിങ്ങൾ കറക്റ്റ് ആക്കിയോ? അപ്പൊ ആ പ്രമേയങ്ങളിലേക്ക് നോക്കാം. മനുഷ്യാവകാശം എല്ലാ വർഷവും ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. പണ്ട് കൃത്യമായി പറഞ്ഞാൽ 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 10 കാര്യം ഓർത്തിരിക്കുക. മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയങ്ങളാണ് 2024 പ്രമേയം നമ്മളിപ്പോ പറഞ്ഞുള്ളൂ. എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി, ഫ്രീഡം, ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ. ഫ്രീഡം, ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ളതാണ് 24 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം അല്ലെ. 2025 പ്രമേയം എന്താണ്? നമ്മുടെ AI ഡിജിറ്റലൊക്കെ വന്ന കാലമാണ്. അപ്പൊ എന്തായിരിക്കും? ഡിജിറ്റൽ യുഗത്തിലെ മനുഷ്യാവകാശങ്ങൾ, ആഗോള സുരക്ഷയും നീതിയും എന്നാണ്. ഡിജിറ്റൽ യുഗത്തിലെ മനുഷ്യാവകാശങ്ങൾ, ആഗോള സുരക്ഷയും നീതിയും. കേട്ടോ, ഡിജിറ്റൽ യുഗത്തിലെ മനുഷ്യാവകാശങ്ങൾ, ആഗോള സുരക്ഷയും നീതിയും. ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ദി ഡിജിറ്റൽ ഏജ്, ഗ്ലോബൽ സെക്യൂരിറ്റി ആൻഡ് ജസ്റ്റിസ് എന്നതാണ് 2025 മനുഷ്യാവകാശ ദിനത്തിന്റെ ഡിസംബർ 10 പ്രമേയം. അങ്ങനെയെങ്കിൽ 26 ഈ വർഷത്തെ പ്രമേയം എന്ന് പറയാം. ഏതാണ് പറയൂ? മനുഷ്യാവകാശങ്ങളിലൂടെയുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം. മനുഷ്യാവകാശങ്ങളിലൂടെയുള്ള സുസ്ഥിര വികസനം എന്നാണ് അല്ലെ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ത്രൂ ഹ്യൂമൻ റൈറ്റ്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ത്രൂ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ് 2026 ആപ്തവാക്യം അല്ലെ. സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അറിയാത്തതല്ല. നമ്മുടെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സിലബസിലൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സുസ്ഥിര വികസനം അല്ലേ. ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളെ കരുതലോടെ ഉപയോഗിക്കുന്ന പ്രവർത്തനത്തെയാണ് സുസ്ഥിര വികസനം അല്ലെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പൊ എന്താണെങ്കിലും ശരി, ഈ സുസ്ഥിര വികസനം എന്തിലൂടെയുള്ള സുസ്ഥിര വികസനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യാവകാശങ്ങളിലൂടെയുള്ള അല്ലെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ത്രൂ
ഹ്യൂമൻ റൈറ്റ്സ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ 2024 പ്രമേയമായിരുന്നു ഇവിടെ ചോദിച്ചത്. എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. കണ്ടോ, എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. ഇതായിരുന്നു ഇവിടുത്തെ ശരി ഉത്തരം. 25 പ്രമേയവും 26 നമ്മൾ പറഞ്ഞു. ഉദ്യോഗാർത്ഥികളെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യാവകാശ നിയമത്തെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് 993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം പൂർണ്ണമായും മനുഷ്യാവകാശത്തിന്റെ നിർവചന പരിധിയിൽ വരുന്നവ എന്നാണ് ചോദ്യം. മനുഷ്യാവകാശത്തിന്റെ നിർവചനം, അതായത് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ മനുഷ്യാവകാശത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്, നിർവചനം. ആ നിർവചനത്തിന്റെ പരിധിയിൽ വരുന്നത് എന്താണെന്നാണ് ചോദ്യം. 1, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശങ്ങളും. 2, ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് ഇന്ത്യൻ നിയമങ്ങളിലും പരാമർശിക്കുന്ന അവകാശങ്ങൾ മാത്രം. 3, ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ളതുമായ അവകാശങ്ങൾ. 4, മേൽപ്പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ്. ഓപ്ഷൻസ് 1, 3, 4, 2, 3. പെട്ടെന്നാവട്ടെ, ഒന്ന് കമന്റ് ചെയ്ത് ഏതായിരിക്കും ശരി ഉത്തരം. നമുക്കിത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, അതില് മനുഷ്യാവകാശം എന്നാൽ എന്ത് എന്ന് വ്യക്തമായി ഒരു ഡെഫിനിഷൻ, നിർവചനം പറയും. എന്താണ് മനുഷ്യാവകാശം എന്നതിന്റെ നിർവചനം? ഇത് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2(1)(d)യിൽ വ്യക്തമായി തന്നെ പറയുന്നു. നമുക്കിതൊന്നും അറിഞ്ഞില്ലെങ്കിൽ തന്നെ ഇതിന് ഏതാണ്ട് ഉത്തരം എഴുതാൻ പറ്റും. എന്തുകൊണ്ടെന്നല്ലേ, നോക്കുക. 1, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശം. ഇവിടെ മനുഷ്യാവകാശം എന്ന് പറയാൻ സ്വത്തിന്റെ അവകാശം വരും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് 978 എത്രാമത്തെ പറഞ്ഞേ 44-ാം ഭേദഗതിയുടെ ഒഴിവാക്കി കഴിഞ്ഞു. ആണോ ഇല്ലയോ? അതുകൊണ്ട് തന്നെ സ്വത്തവകാശത്തിന്റെ പരിധിയിൽ സ്വത്തവകാശം മൗലികാവകാശം പോലുമല്ല. പിന്നെ മനുഷ്യാവകാശ നിർവചനത്തിൽ സ്വത്ത് വരില്ല. അതുകൊണ്ട് 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഏതാണ്ട് ഉറപ്പിക്കാം. 2, ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് ഇന്ത്യൻ നിയമങ്ങളിലും പരാമർശിക്കുന്ന അവകാശങ്ങൾ മാത്രം. ശരിയാണോ? നമ്മൾ നേരത്തെ ആൾറെഡി പറഞ്ഞ കാര്യം ഡിസംബർ മാസം 10 അല്ലേ, ആ അന്തർദേശീയ മനുഷ്യാവകാശ ദിനമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മനുഷ്യാവകാശ ദിനമായി പ്രഖ്യാപിച്ചതാണ് ഡിസംബർ മാസം 10. അപ്പം ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരമുള്ള നിയമങ്ങളും മനുഷ്യാവകാശത്തിന്റെ പരിധിയിൽ വരേണ്ടതല്ലേ? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യൻ നിയമങ്ങളിലും പരാമർശിക്കുന്ന അവകാശങ്ങൾ മാത്രം എന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ല. അപ്പൊ 2ഉം തെറ്റ്. 3, ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടിയിൽ പരാമർശിക്കുന്നതുമായ അവകാശങ്ങൾ മാത്രം. അതെങ്ങനെ ശരിയാകും? മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഇല്ലാത്തതാണെന്നും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ മാത്രം പരാമർശിക്കുന്നതാണ് എന്ന് പറഞ്ഞാലും ശരിയാണോ? ശരിയല്ല. അപ്പൊ ശരി ഉത്തരം മേൽപ്പറഞ്ഞ 3 സൂചനകളും അപൂർണമാണെന്നാണ് ശരി. ഇത് 3ലും ചില എലിമെന്റുകളൊക്കെ ഉണ്ട്, പക്ഷേ അപൂർണമാണ്. കറക്റ്റ് പറഞ്ഞാൽ ഇവിടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. അപ്പൊ 4 മാത്രം എന്നെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ശരി. ഉണ്ടോ? ഇവിടെ ഉണ്ട്, ഓപ്ഷൻ ബി. കണ്ടോ, 4 മാത്രം. സൂചന 4 ആണ് ശരി എന്നുള്ളതാണ് അവിടുത്തെ ശരി. മനസ്സിലായ ഉദ്യോഗാർത്ഥികളെ? അപ്പോ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 993 നിർവചനം കീറി മുറിച്ച് 4 സ്റ്റേറ്റ്മെന്റുകളായിട്ട് PSC ചോദിച്ചിരിക്കുകയാണ്. ആ ഡെഫിനിഷൻ ഒന്ന് കാണണ്ടേ? നിങ്ങൾക്ക് കാണണോ? മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ വകുപ്പ് 2D സെക്ഷൻ 2(1)(d) അതിൽ പറയുന്നു മനുഷ്യാവകാശം എന്നാൽ എന്താണ്. കണ്ടോ, മനുഷ്യാവകാശം എന്നാൽ ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്. ഇവിടെ എവിടെയെങ്കിലും സ്വത്തെന്ന് കണ്ടോ? നിങ്ങൾ കണ്ടോ? ഇല്ല. ഇവിടുത്തെ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം ജീവനും സ്വത്തിനുമെന്ന്. സ്വത്തിനെ പറ്റി പറയുന്നില്ല. എന്നെ എന്തൊക്കെയാ പറയുന്നുള്ളൂ? ജീവന്, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം നൽകുന്നതും മറ്റ് അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ലഭ്യമാകുന്നതും ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതുമായ വ്യക്തികളുടെ അവകാശങ്ങൾ എന്നതാണ് മനുഷ്യാവകാശം എന്നതിന്റെ നിർവചനം. മറന്നുപോകാതെ ഓർത്തിരിക്കേണ്ടത് അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതുമായിരിക്കണം. ആണോ അല്ലയോ? ഇന്ത്യയിലെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോടതികൾ നടപ്പിലാക്കാൻ കഴിയണം. അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം എന്തെങ്കിലും വ്യവസ്ഥ പറഞ്ഞു ഇന്ത്യയിലെ കോടതികൾക്കോ ഇന്ത്യൻ നിയമവ്യവസ്ഥ BNS-ലോ BNSS-ലോ ഒന്നും തന്നെ പറയുന്നില്ല എങ്കിൽ ഇന്ത്യയിലെ കോടതിക്ക് നടപ്പിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതാണ് ഇതിന്റെ സമഗ്രമായ നിർവചനം. അപ്പൊ ഈ നിർവചനം നിങ്ങൾ പഠിച്ചു വെക്കണം, ഇനിയും ചോദിക്കും. അപ്പൊ എന്താണ് ഡിഫറൻസ് പറഞ്ഞേ? പെട്ടെന്ന് പഠിച്ചേ. മനുഷ്യാവകാശം എന്നാൽ എവിടെ പറയുന്ന നിർവചനമാണ്?
മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പറയുന്ന ഡെഫിനിഷനാണ്. മനുഷ്യാവകാശം എന്നാൽ എന്ന് പറയുന്നു ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം നൽകുന്നതും അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ലഭിക്കുന്നതും ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതും ആയ വ്യക്തികളുടെ അവകാശങ്ങൾ എന്നാണ് മനുഷ്യാവകാശത്തിന്റെ അർത്ഥം. ഓക്കെ ആണോ ഉദ്യോഗാർത്ഥികളെ? യെസ്. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫർ ഫാൽക്കൺ PSC മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇത് ഓഫർ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഒരു സുവർണാവസരമാണ്. നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഡിഗ്രി പ്രിലിമിനറിയുടെ ടെസ്റ്റ് സീരീസ് ആണ്. 1500 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിശീലിക്കാം. 1500 ചോദ്യങ്ങൾ പരിശീലിക്കാം. ഒരു ബിഗ് ഓഫറിൽ, 199 രൂപ ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് സ്വന്തമാക്കാൻ കഴിയും. മറക്കരുത്. ഏതാണ്ട് 7000+ ക്വസ്റ്റ്യൻസ് SCRT ടെക്സ്റ്റ് സീരീസ് ആണ് മറ്റൊന്ന്. അതും ഈ പറയപ്പെട്ട ഈദ് ഓഫർ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. 349 രൂപ ഒരു വലിയ ഓഫറിൽ നിങ്ങൾക്ക് അതും ലഭ്യമാകും. SCRT പാഠപുസ്തകങ്ങൾ നമ്മുടെ പഠന മേഖലയിൽ എത്രത്തോളം പ്രാധാന്യമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ മികച്ച ഓഫറുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ ഫാൽക്കൺ PSCയുടെ കോഴ്സുകളും മറ്റുമൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാനും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ശരി, അടുത്ത് നോക്കുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? എന്തിന്റെ പ്രവർത്തനം ചോദിച്ചേക്കുന്ന? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾക്ക് പരിചയമുണ്ട്, കില. ഓപ്ഷൻ എ, പ്രാദേശിക ഭരണത്തെക്കുറിച്ചുള്ള മികച്ച രീതികൾ പ്രചരിക്കുന്നതിനായി രേഖപ്പെടുത്തുക. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ മംഗ്ലീഷ് തർജ്ജിമയാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു പൊരുത്തമില്ലാതെ. പ്രാദേശിക ഭരണത്തെക്കുറിച്ചുള്ള മികച്ച രീതികൾ പ്രചരിപ്പിക്കുന്നതിനായി രേഖപ്പെടുത്തുക. എന്താണ് ഒരു ബന്ധമില്ലെന്നൊക്കെ തോന്നുന്നു. നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിയാൽ ഇതിന്റെ കറക്റ്റ് മനസ്സിലാവും. എന്താണെങ്കിലും പ്രാദേശിക ഭരണത്തെക്കുറിച്ചുള്ള എന്തോ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി രേഖപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ് കില എന്നുള്ളത് മനസ്സിലായല്ലോ. അത് ശരിയാണ്. 2, ദാരിദ്ര്യ നിർമ്മാർജ്ജന ഒന്നുമല്ലെന്നറിയാമല്ലോ. ഇതൊന്നുമല്ല, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഒന്നുമല്ല കില. പിന്നെ സ്ത്രീ ശാക്തീകരണം അല്ല. പിന്നെ വിദ്യാഭ്യാസ വികസനം. അപ്പൊ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഈ അർത്ഥം ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ പ്രാദേശിക ഭരണം ഈ ഒറ്റ വാക്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ എ ആണ് ശരിയെന്ന്. കാരണം കില എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവിടുത്തെ പ്രധാനപ്പെട്ട ചുമതലക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമെല്ലാം പരിശീലനം നൽകുന്ന പഠന ഗവേഷണ കേന്ദ്രമാണ് ഏത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, മുളങ്കുന്നത്തുകാവ്. നമുക്കറിയാം കില ആണോ അല്ലയോ? അതുകൊണ്ട് തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായി വരുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ അല്ലെ, ഇതെല്ലാം തന്നെ എന്തിന്റെ അണ്ടറിലാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കിലയിലാണ് പരിശീലനം അല്ലെ, കില. അപ്പൊ നോക്കുക, കില പൂർണ്ണരൂപം എന്താ? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ആസ്ഥാനം നമ്മൾ പറഞ്ഞു തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണ്? മുളങ്കുന്നത്തുകാവ് ആണ്. എന്നാണ് 1987 രൂപീകൃതമായ സ്ഥാപനമാണ് കില. എന്താ ലക്ഷ്യം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ആവശ്യമായ പരിശീലനവും ഗവേഷണയും പിന്തുണയും നൽകുക. ഉണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നമ്മൾ പറഞ്ഞതാണ് മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കുമാണ് അല്ലെ. ആ ഉദ്യോഗസ്ഥർക്ക് മറ്റ് ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും എല്ലാം എന്ത് ചെയ്യുക? ആവശ്യമായ പരിശീലനം, ട്രെയിനിങ് കൊടുക്കുക, ഗവേഷണ പിന്തുണയും നൽകുക എന്നുള്ളതാണ് കിലയുടെ ലക്ഷ്യം. അതുപോലെ കിലയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണ്? വികേന്ദ്രീകൃത ആസൂത്രണം. വികേന്ദ്രീകൃത ആസൂത്രണം കേട്ടിട്ടുണ്ടോ? എന്താണ്? ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയും. വികേന്ദ്രീകൃത ആസൂത്രണം. ആസൂത്രണ കമ്മീഷനോ നീതി ആയോഗോ സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷനോ പ്ലാനിംഗ് ബോർഡോ ഒരു കേന്ദ്രത്തിലിരുന്ന് പ്ലാനിംഗ് ചെയ്യുന്നതിന് പകരം വികേന്ദ്രീകൃത ആസൂത്രണം, പ്ലാനിങ്ങിന്റെ ചുമതലയും അധികാരവും താഴെയുള്ള ലോക്കൽ ബോഡീസിനും കൊണ്ട് കൈമാറുന്നു. കണ്ടോ? വികേന്ദ്രീകൃത ആസൂത്രണം, പിന്നെ പ്രാദേശിക ഭരണം എന്നിവയിൽ മികച്ച മാതൃകകൾ, ബെസ്റ്റ് പ്രാക്ടീസസ് കണ്ടെത്തിയവ പ്രചരിപ്പിക്കുകയാണ് കിലയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം. അപ്പൊ കില, നമ്മുടെ ചോദ്യം കിലയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണെന്നാണ് അല്ലെ.
പ്രധാന പ്രവർത്തനം എന്ന പ്രാദേശിക ഭരണത്തെക്കുറിച്ചുള്ള മികച്ച രീതികൾ പ്രചരിക്കുന്നതിനായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? മികച്ച മാതൃകകൾ പ്രാക്ടീസസ് കണ്ടെത്തിയവ പ്രചരിപ്പിക്കുകയാണ് എന്ന കാര്യം ഓർക്കുക. ശരി. അപ്പോ കിലിയെ കുറിച്ചുള്ള ഈ ചോദ്യം ഈസിയാണ്. നിങ്ങൾ ഇത് ശരിയാക്കാത്തൊരു ചുരുക്കമാണെന്ന് എനിക്കറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്നാവട്ടെ. കേരള സംസ്ഥാനത്തിലെ ഇ ഗവേണൻസ് സംരംഭങ്ങളെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? 1, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കേരള സർക്കാരിന്റെ എല്ലാ ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാക്കാനുള്ള ഒറ്റ പ്ലാറ്റ്ഫോമാണ് ഈ സേവനം. നല്ല ഭരണം ഉറപ്പാക്കുന്ന കേരളത്തിലെ LSGകൾക്കുള്ള ഡേറ്റ സെൻട്രിക് സൊല്യൂഷനാണ് കെ-സ്മാർട്ട്. സിറ്റിസൺ ഓൺലൈൻ പോർട്ടൽ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബിൽഡിംഗ് പെർമിറ്റുകൾ അനുവദിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സങ്കേതം. പറയാമോ? പെട്ടെന്നാവട്ടെ. ഇത് ശരി ഉത്തരം ഏതാണെന്ന്? 1 2 3 2 2 1 2 4 1 3 2 3 4 1 3 4 ഏതാ? അപ്പൊ ഏതാ? ഒരെണ്ണം തെറ്റാണ്. അത് ക്ലിയർ ആണ് അല്ലേ? 3 കോമ്പിനേഷൻ ഇതേ ഉള്ളൂ. പെട്ടെന്ന് പറയാം ഏതായിരിക്കും? 1, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കേരള സർക്കാരിന്റെ എല്ലാ ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാക്കുന്നതിന് ഒറ്റ പ്ലാറ്റ്ഫോമാണ് ഈ സേവനം എന്നത് ശരിയല്ല. കേരള സർക്കാരിന്റെ കീഴിലുള്ള 100 വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഏജൻസികളുടെയും കീഴിലുള്ള 100 പരം സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ആവിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് ഇങ്ങനെയാണ്: കേരളം. കേരളം എന്നാണ് ശരി ഉത്തരം. ഈ സേവനം അല്ല, കേരളമാണ് ശരി ഉത്തരം. ഒന്നടിച്ചുപോയി. ഇനി വേറെ തർക്കിക്കേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം ശരിയാണെന്നുള്ളത് ഈ കോമ്പിനേഷൻ കിട്ടി. എങ്കിലും നമുക്ക് വായിച്ചു നോക്കാം. നല്ല ഭരണം എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് ഗവേണൻസ്. നല്ല ഭരണം, ഗുഡ് ഗവേണൻസ്. സദ്ഭരണം എന്നാണ് വരേണ്ടത്. ഞാൻ പറയാം, ട്രാൻസ്ലേഷന്റെ പ്രശ്നമുണ്ട്. ഗുഡ് ഗവേണൻസ് ഉറപ്പാക്കുന്ന കേരളത്തിലെ LSGകൾക്ക് എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നേ ഉള്ളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഒരു ഡേറ്റ സെൻട്രിക് സൊല്യൂഷനാണ് കെ-സ്മാർട്ട്. വളരെ ശരിയാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് കേരള ഗവൺമെന്റ് നിലവിലുള്ള എല്ലാ ഇ ഗവേണൻസ് സോഫ്റ്റ്വെയറുകളെയും സമഗ്രമായി സംയോജിപ്പിക്കാനും കാര്യക്ഷമമാക്കാനും വേണ്ടി വന്ന ഒരു ആപ്ലിക്കേഷനാണ് കെ-സ്മാർട്ട്. നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരാം. തൽക്കാലം കെ-സ്മാർട്ട്. 3 നോക്കുക. സിറ്റിസൺ ഓൺലൈൻ പോർട്ടൽ. കറക്റ്റാണ്. സിറ്റിസൺ ഓൺലൈൻ പോർട്ടൽ വഴി ഗ്രാമപഞ്ചായത്തുകളും എന്നിവിടെ സേവനങ്ങൾ ലഭിക്കുന്നു. കറക്റ്റാണ്. പിന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ബിൽഡിംഗ് ആൻഡ് പെർമിറ്റുകൾ അനുവദിക്കാനുള്ള സോഫ്റ്റ്വെയർ ആണ് സങ്കേതം. അതായത് കെട്ടിട നിർമ്മാണത്തിനായുള്ള ഒരു വീട് വയ്ക്കാനൊക്കെ നിങ്ങൾ ഒരിക്കലും ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലേ? കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വീട് വയ്ക്കാനൊക്കെ നമുക്ക് ആദ്യം എന്ത് വേണം? നമുക്ക് ആദ്യം വേണ്ടത് സിമന്റോ കമ്പിയോ കല്ലോ ബേസ്മെന്റോ ഒന്നും അല്ല. നമുക്ക് വേണ്ടത് എന്താണ്? ആദ്യം പെർമിറ്റ് അല്ലേ? ആരാ പെർമിറ്റ് തരേണ്ടത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നമുക്ക് പെർമിറ്റ് തരേണ്ടത്. പെർമിറ്റിന് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലാൻ വരയ്ക്കണം. ഈ പ്ലാന് അംഗീകരിച്ച് പെർമിറ്റ് തരണം. ആണോ ഇല്ലയോ? പണ്ടാണെങ്കിൽ വലിയൊരു ചാർട്ട് പേപ്പറിൽ നമ്മൾ പ്ലാനൊക്കെ വരച്ച് ചുരുട്ടി ഇങ്ങനെ കയറി ഇറങ്ങണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസിൽ. ഇന്ന് വേണ്ട. ഇന്ന് നമുക്കൊരു ഇ ഗവേണൻസ് സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാം. ഓൺലൈനായി തന്നെ നമുക്ക് പെർമിറ്റ് അനുവദിച്ച് കിട്ടും. അതിന് പറ്റുന്ന ഒരു സങ്കേതം, അതിന് പറ്റുന്ന ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് സങ്കേതം. കണ്ടോ? സങ്കേതം ഒരു ഇ ഗവേണൻസ് സോഫ്റ്റ്വെയർ ആണ് കേരളത്തിലെ സങ്കേതം. സോഫ്റ്റ്വെയർ കുറെ ഉണ്ട്. ഇ ഗവേണൻസിന്റെ ക്ലാസ്സുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആപ്പിൽ. അതായത് സുലേഖ കേട്ടിട്ടുണ്ടോ? സചിത്ര, സേവന സിവിൽ രജിസ്ട്രേഷൻ, സകർമ്മ, അക്ഷയ, അതുപോലെ തന്നെ സഞ്ജയ, സഞ്ചിത, സംവേദിത, സാംഖ്യ, സ്പാർക്ക്, ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് കേരളത്തിൽ ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഒന്ന് തെറ്റിപ്പോയി, ബാക്കിയല്ല 2 3 4 ശരി. അങ്ങനെ ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ? കിടക്കുന്നുണ്ടോ? ഓപ്ഷൻ സി ആണെന്ന് കൃത്യമായി ഇതിനോടകം കണ്ടെത്തിയവരുണ്ടല്ലോ അല്ലേ? കറക്റ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണേ ഉദ്യോഗാർത്ഥികളെ. നിങ്ങളുടെ കമന്റും നിങ്ങളുടെ പിന്നീട് കമന്റ് ബോക്സിലെ നിങ്ങളുടെ കമന്റുകളും ലൈക്കും ഷെയറും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ്സുകൾ ചെയ്യാൻ ഫാൽക്കൺ BSCയെ പ്രേരിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരു ദാക്ഷണ്യവും പ്രതീക്ഷിക്കേണ്ട, ഒരു മടിയും കാണിക്കാതെ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞതോ കെ-സ്മാർട്ട് പറഞ്ഞില്ല. എന്ത് പറഞ്ഞു? കേരളത്തിലെ നല്ല ഭരണം എന്ന് പറഞ്ഞാൽ ഗുഡ് ഗവേണൻസ് ഉറപ്പാക്കുന്ന കേരളത്തിലെ LSGകൾക്കുള്ള ഒരു ഡാറ്റ സെൻട്രിക് സൊല്യൂഷനാണ് കെ-സ്മാർട്ട്. കണ്ടോ? എന്താ കെ-സ്മാർട്ടിന്റെ ഫുൾ ഫോം പറഞ്ഞേ? കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. കൂടി പറയട്ടെ, കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇതാണ്
സ്മാർട്ടിന്റെ ഫുൾ ഫോം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കാനും ഒരു ഗുഡ് ഗവേണൻസ് സൃഷ്ടിക്കാനും വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഏകീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ഏത്? സ്മാർട്ട് എന്നറിയപ്പെടുന്നു. മറന്നു പോകരുത്. ഇൻഫർമേഷൻ. അപ്പൊ സ്മാർട്ട് ആവിഷ്കരിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കേരള മിഷൻ 1999 ഇന്ത്യയിൽ രൂപീകൃതമായ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് IFK, ഇൻഫർമേഷൻ കേരള മിഷൻ. കണ്ടോ? ആ ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് ഈ ഏത് സ്മാർട്ട് ആപ്ലിക്കേഷൻ എന്ത് ചെയ്തത്? ആപ്ലിക്കേഷൻ രൂപീകരിച്ചു. അപ്പോൾ സ്മാർട്ട് രൂപീകരിച്ച ആരെന്ന് പറഞ്ഞേ? ഇതാണ് കേരള, അതാണ് പറയും, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കേരള മിഷൻ ആണ്. ഓക്കെ. അതുപോലെ തന്നെ പ്രധാന ലക്ഷ്യങ്ങൾ ഡിജിറ്റൽ സേവനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ വകുപ്പിന്റെയും സേവനങ്ങൾ ജനങ്ങൾക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കേട്ട കുറേ സോഫ്റ്റ്വെയറുകളെല്ലാം കൂടി സമഗ്രമായി ഏകീകരിച്ചുകൊണ്ടാണ് സ്മാർട്ട് നിലവിൽ വന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. സ്മാർട്ട് വഴി നമുക്ക് ലഭിക്കുന്ന നിലവിൽ സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിവിൽ രജിസ്ട്രേഷൻ, ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ, സർട്ടിഫിക്കറ്റുകൾ, കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി, പെർമിറ്റുകൾക്കുള്ള അപേക്ഷകളും അംഗീകാരവും, വ്യാപാര ലൈസൻസ്, ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള ലൈസൻസുകൾ, പരാതി പരിഹാരം, റിഡ്രസൽ ഫോറം, പരാതി പരിഹാരം, തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ ഓൺലൈനായി ഫയൽ ചെയ്യണം. അതുപോലെ ആസ്തി മാനേജ്മെന്റ്, വസ്തുനികുതി അടയ്ക്കൽ. ബസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മെഗാ ഓഫർ വീണ്ടും പരിചയപ്പെടുത്തുകയാണ് ഉദ്യോഗാർത്ഥികൾ. നമ്മുടെ ഇത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ കോഴ്സിലേക്കും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്കതാ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് FX EID എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കോഴ്സിലും നിങ്ങൾക്കതാ ഏതാണ്ട് 30% ഡിസ്കൗണ്ട് നേടാം. ഈ സുവർണാവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനി ബ്രഹ്മാസ്ത്ര 3.0 എന്ന പേരിൽ സിവിക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, എല്ലാ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആക്ട് ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളുടെയും വളരെ പ്രധാനപ്പെട്ട എക്സാം ഫോക്കസർ ആയിട്ടുള്ള ഒരു PYQ സീരീസ് ആണ് ബ്രഹ്മാസ്ത്ര 3.0. ഡിഗ്രി പ്രിലിമിനറി പടിവാതിലെത്തി നിൽക്കുകയാണ്. മെയ് മാസം മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. സമയമില്ല. വളരെ പെട്ടെന്ന് പ്രീവിയസ് ചോദ്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കിവിടെ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രാഷ് കോഴ്സാണ്. 40 ദിവസം കൊണ്ട് ഇത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമിലും കിട്ടാത്ത ഒരു ഓഫറാണ്. ആ ഒരു ചെറിയ തുകയ്ക്ക് കേവലം 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഓഫർ സ്വന്തമാക്കാൻ പറ്റും. 100-ന് പുറത്ത് അവർ ക്ലാസ്സുകൾ, PYQ സെഷൻ പോരാ, 40 ഡേ ചലഞ്ച്, അതുപോലെ മോക്ക് എക്സാം, സബ്ജക്ട് വൈസ് ആയിട്ടുള്ള പരിശീലനം, ക്രാഷ് കോഴ്സാണ് നമ്മുടെ ഈ കോഴ്സ് മുന്നോട്ട് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സേവനങ്ങൾ മുതലായവയെല്ലാം തന്നെ സ്മാർട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സങ്കേതം, സുലേഖ, സേവന, സിവിൽ രജിസ്ട്രേഷൻ അടക്കമുള്ള പഴയ സോഫ്റ്റ്വെയറുകൾക്കെല്ലാം പകരമായി കേരള ഗവൺമെന്റ് അവതരിപ്പിച്ച പുതുപുത്തൻ സോഫ്റ്റ്വെയറിന്റെ പേരാണ് സ്മാർട്ട്. മറന്നു പോകരുത്. ഓക്കെ, സ്മാർട്ട് എന്നാണ്, മറന്നു പോകരുത്. കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് പറയൂ എന്താണ്? റെസ്പോൺസീവ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. കേരള സൊല്യൂഷൻ ഫോർ സ്മാർട്ട്, കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് എന്താണ്? റെസ്പോൺസീവ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് സ്മാർട്ടിന്റെ ഫുൾ ഫോം. അപ്പൊ നമ്മൾ പറഞ്ഞു കേരളത്തിലേതായി ഒരു ചോദ്യമാണ്. നോക്കുക ഉദ്യോഗാർത്ഥികളെ, കേരള സംസ്ഥാന ഗവേണൻസ് സംരംഭങ്ങളെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരിയെന്നുള്ളതാണ് ഉത്തരം. നമുക്കറിയാം ഏതാണ് ഇവിടുത്തെ ശരി ഉത്തരം. തെറ്റായ സ്റ്റേറ്റ്മെന്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കേരള സർക്കാർ. ഇനി കേരളം നമ്മൾ പറഞ്ഞു. എന്താണ് കേരളം? കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഏജൻസികളുടെയും കീഴിലുള്ള 100-ൽ പരം സേവനങ്ങൾ ഓൺലൈനായി മൊബൈൽ ഫോണിലൂടെ ലഭ്യമാക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സോഫ്റ്റ്വെയറിന്റെ പേരാണെന്ത്? കേരളം. മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് സ്മാർട്ടിന്റെ ഫുൾ ഫോം. ഇനി കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ചോദിച്ചാൽ പറയാമോ? കേരള സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയാമോ? എന്താണ്? www. ശരിയാണ്, ബാക്കി പറഞ്ഞോ? kerala.gov.in. ഇതാണ് കേരള സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ സേവനങ്ങൾ, 100-ൽ പരം സേവനങ്ങൾ, ഈ സേവനങ്ങളെല്ലാം ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ സർവീസ് പോർട്ടൽ ചോദിക്കാം. കേരള സർക്കാരിന്റെ സേവന പോർട്ടലാണ് www. പറയാമോ എന്താണെന്ന്? services.gov.
kerala.gov.in. ഇതാണ് ഫുള്ള് ഡോട്ടാണ്, കണ്ടോ? അപ്പൊ ഇത് കേരള സർക്കാരിന്റെ എന്താണ് സേവന പോർട്ടൽ, സർവീസ് പോർട്ടൽ ആണ്. www.service.kerala.gov.in. കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് www.kerala.gov.in. മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ കെ സ്മാർട്ട് എന്നറിയപ്പെടുന്നത് ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ ഗവേണൻസ് സംവിധാനങ്ങളെ ഒരു 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 എന്താ പറയുക, ഒരു പിന്നീട് ഗുഡ് ഗവേണൻസിലോട്ട്, സദ്ഭരണത്തിലോട്ട് നയിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഇതാണ് ഫുൾ ഫോം. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശരിയാക്കിയവരുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേറ്റ്. 957 കേരള സ്റ്റേ ഓഫ് ഇവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ത്? ഓപ്ഷൻ എ കർഷകർക്ക് കാർഷിക സഹായം നൽകൽ, ബി ജന്മികൾക്ക് ആശ്വാസം നൽകൽ, സി കാർഷിക പരിഷ്കാരങ്ങൾ മൂലം ഭൂമി നഷ്ടപ്പെടുന്ന ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകൽ, ഓപ്ഷൻ ഡി കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റ് ചില വിഭാഗങ്ങൾ എന്നിവരുടെ കുടിയൊഴിപ്പിക്കുന്ന സ്റ്റേ ചെയ്യൽ. ഏതാണ് ശരി ഉത്തരം പറയാമോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരാളിന് പോലും, ഭൂപരിഷ്കരണം എന്ന ടോപ്പിക് എന്നാണ് ഈ ചോദ്യം, ഒന്നും അറിയാത്ത ഒരാളിനും ഈ ഉത്തരം ശരിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്താണ് പ്രത്യേകത? ഈ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികളെ നോക്കുക. നമുക്ക് ഒന്നും അറിഞ്ഞൂടാ. 950 കേരള സ്റ്റേ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവോ ഓർഡറോ അല്ലെങ്കിൽ നിയമമാണ് സ്റ്റേ ഓഫ് ഇവിക്ഷൻ. ഇവിക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം കുറച്ചു പേർക്ക് കുടിയൊഴിപ്പിക്കുക എന്നുള്ള ഇവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. അപ്പൊ കുടിയൊഴിപ്പിക്കലിന് സ്റ്റേ എന്നുള്ളത് ഒറ്റ വാക്കിൽ വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടും. അങ്ങനെയെങ്കിൽ താഴേക്ക് ഓപ്ഷൻ നോക്കുക. കർഷകർക്ക് കാർഷിക സഹായം. കാർഷിക സഹായം കുടിയൊഴിപ്പിക്കലായിട്ട് ഒരു ബന്ധവുമില്ല, കാർഷിക സഹായം ഒന്നും അല്ല. അപ്പോൾ 1A അല്ല ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം മനസ്സിലായി. ഓക്കെ. 2 ജന്മിമാർക്ക് ആശ്വാസം. ഒരു നിയമവും ജന്മിമാർക്ക് ഇന്ന് വരെ ഒരു ആശ്വാസവും നൽകിയിട്ടില്ല. അപ്പൊ 2 ബിയും തെറ്റാണെന്ന്. ഇതൊക്കെ നിയമം അറിഞ്ഞിട്ടല്ല, ഒന്നും അറിയാത്ത ഒരാളിന് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ കാർഷിക പരിഷ്കാരങ്ങൾ മൂലം ഭൂമി നഷ്ടപ്പെടുന്ന ഭൂ ഉടമകൾക്ക്, ഈ ഭൂവുടമ എന്ന് പറഞ്ഞവർ തന്നെയാണ് ജന്മി, ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകൽ അല്ല, ഭൂ ഉടമകൾക്ക് വേണ്ടിയല്ല. കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നത് ഭൂ ഉടമകളെ അല്ലല്ലോ, അല്ല. അപ്പൊ അതും തെറ്റ്. പിന്നെ കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റ് വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ ഇവിടെ സ്റ്റേ എന്നൊരു വാക്ക് കിടപ്പുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കേരള സ്റ്റേ ഓഫ് ഇവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് അല്ലേ. കുടിയാന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? മദ്യപിക്കുന്നവരാണ്, അത് കുടിയന്മാരാണ്. കുടിയാന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജന്മി കുടിയാൻ ബന്ധം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ജന്മിമാരുടെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെയാണ് കുടിയാന്മാർ. കുടികിടപ്പുകാർ അല്ലെ, ജന്മിമാരുടെ ഭൂമിയിലും പണ്ടാരവക ഭൂമിയിലും അല്ലെ വേലി വളച്ച് കുടില് കെട്ടി കഴിയുന്ന ആളുകളാണ് കുടികിടപ്പുകാർ. പിന്നെ ഭൂമി കൃഷി ചെയ്യുന്ന മറ്റ് വിഭാഗങ്ങൾ, ഭൂമിയിൽ കൃഷി ചെയ്യുന്ന മറ്റ് വിഭാഗങ്ങൾ എന്നിവരെ അനധികൃതമായി കുടിയൊഴിപ്പിക്കാൻ പാടില്ല. കണ്ടോ, അതിന് കുടിയൊഴിപ്പിക്കുന്ന സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്ന നിയമത്തിന്റെ പേരാണ് കേരള സ്റ്റേ ഓഫ് ഇവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. മനസ്സിലാവുന്നുണ്ടോ? 1957 ഏപ്രിൽ 5 ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ EMS മന്ത്രിസഭ പാസ്സാക്കിയ ആദ്യ നിയമം കൂടിയാണ് ദി കേരള സ്റ്റേ ഓഫ് ഇവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. ഇനി വേറൊരു രസകരമായ കാര്യം ഞാൻ പറയാം. ഈ നിയമത്തിന്റെ പച്ച മലയാളം ചോദിച്ചെങ്കിൽ നിങ്ങളിതാ ഇത്രയും കഷ്ടപ്പെടത്തില്ലെന്ന് PSCക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ മംഗ്ലീഷിൽ ചോദിച്ചത്. ഇംഗ്ലീഷ് ചോദ്യം മംഗ്ലീഷ് ആക്കി. ഇതിന്റെ കറക്റ്റ് മലയാളം എന്താണെന്ന് അറിയാമോ? കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം 957. ഇത്രയേ ഉള്ളൂ. കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം 957. ഈ വാക്ക് കിട്ടിയെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ എഴുതത്തില്ലേ, കുടിയാന്മാർ, കുടികിടപ്പുകാർ എന്നീ വിഭാഗങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ. അപ്പോഴേ ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾ ഉത്തരം കിട്ടാതിരിക്കാനാണ് അതിന്റെ ഇംഗ്ലീഷ് പേര് കൊടുത്തത്. കണ്ടോ, ദി കേരള സ്റ്റേ ഓഫ് ഇവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇതൊന്നും വേറെന്തോ ആണെന്നൊക്കെ വിചാരിക്കും. ഒന്നുമില്ല, കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമത്തിന്റെ ലക്ഷ്യം എന്താണെന്ന നിയമത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധിക്കുക. കുടിയൊഴിപ്പിക്കൽ നിരോധിക്കൽ എന്ന വാക്ക് വരുന്നത് ഇതാ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ഏതാണ്? കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യുക. ഓപ്ഷൻ ഡി. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി. ഉദ്യോഗാർത്ഥികളെ, ഇത് ഈസിയാണ്. കാണുമ്പോൾ നമുക്ക് വലിയ പാടാണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ വളരെ ഈസിയാണ്, ഒന്നുമില്ല. അപ്പൊ കേരള സ്റ്റേ ഓഫ് ഇവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്, മലയാളം കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസ്സാക്കിയത് 1ാം EMS ഗവൺമെന്റ് ആണ്.
അനധികൃതമായി ഭൂമിയിൽ നിന്ന് കർഷകരെ, കുടിയാന്മാരെ, കുടികിടപ്പുകാരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ നിയമം പാസ്സാക്കിയത്. ഓക്കെ അല്ലേ? ഈസി അല്ലേ? ഒക്കെ ഇതും കറക്റ്റ് ആക്കിയവരുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുകയും ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഓക്കെ, ഒന്ന്, ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കാനായി ഗവൺമെന്റ് മാനേജ്മെന്റ് കഴിവുകളുടെ രണ്ടാം നിരയായി പൊതുസേവകരുടെ കേഡർ ഉണ്ടാക്കുകയാണ് KS ലക്ഷ്യം. ഇത് KS നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നിങ്ങൾ KS നോട്ടിഫിക്കേഷൻ കണ്ടവരാണെങ്കിൽ വായിച്ചു നോക്കി അറിയാൻ പറ്റും. ആ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കേരള ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കാനായിട്ട് ഗവൺമെന്റിന്റെ മാനേജ്മെന്റ് കഴിവുകളുടെ രണ്ടാം നിരയായി പൊതുസേവകരുടെ, പബ്ലിക് സർവന്റിന്റെ ഒരു കേഡർ ഉണ്ടാക്കുകയാണ് KS ലക്ഷ്യം. ശരിയാണ്. 2, KS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ, KS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥരുണ്ട്. ശരിയാണ്. ഇത് ഓൾ ഇന്ത്യ സർവീസ് മുതലേ ഉണ്ട്. അതായത് IAS IPS ഒക്കെ ഉള്ള അതേ കേഡർ തന്നെയാണ് KS ഉള്ളത്. KS ഉദ്യോഗസ്ഥൻ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന തസ്തികയാണ് ജൂനിയർ ടൈം സ്കെയിൽ KS ഓഫീസർ. ജൂനിയർ ടൈം സ്കെയിൽ മനസ്സിലാവുന്നുണ്ടോ? അവിടുന്ന് സീനിയോറിറ്റി അടിസ്ഥാനമാക്കി അടുത്തത് എന്താണ് പറയുക? സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ. ഉണ്ടോ? ആദ്യം കിട്ടുന്ന പദവി, ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്, ഒരു KS ഉദ്യോഗസ്ഥന് ആദ്യം കിട്ടുന്ന പദവി ജൂനിയർ ടൈം സ്കെയിൽ. 2, സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ. 3, സൂപ്പർ ടൈം സ്കെയിൽ. സൂപ്പർ ടൈം സ്കെയിൽ ഉണ്ടോ? അപ്പൊ 2 സ്റ്റേജ്. 3, KS ചേരുന്ന ഉദ്യോഗസ്ഥൻ സംസ്ഥാന സിവിൽ സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി. കറക്റ്റാണോ പറഞ്ഞത്? ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും. അപ്പൊ ഇതിൽ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓപ്ഷൻ സി ഇവയെല്ലാം ശരിയാണെന്നാണ് ശരി ഉത്തരം. മറന്നു പോരുത്. 2018 ജനുവരി 1 IAS സമാനമായി കേരള സിവിൽ സർവീസിൽ വന്ന പദവിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നറിയപ്പെടുന്ന KAS. മറന്നു പോരുത്. ഓക്കെ, അപ്പൊ ഇത് ഈസിയാണ്. ഉത്തരം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? അക്ഷയെ സംബന്ധിച്ച് ശരിയല്ലാത്ത ഏതാണെന്നാണ്. A, വിവരസമ്പന്നരും വിവര ദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുകയാണ് അക്ഷയയുടെ ദൗത്യം. B, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾ അക്ഷയ ഒരു വേദി നൽകുന്നു. കഷ്ടമാണ് കേട്ടോ ഇത് തർജിമ, കാരണം ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു പാടുമില്ല. ഇത് വാക്കുകൾക്ക് ഒരു കോമ്പിനേഷൻ ഒന്നുമില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇത് വായിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു പരസ്പര ബന്ധമില്ലെന്ന് തോന്നും. ഇനി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു. D, ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമവും സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു. ഇതില് എന്താണ് ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ഒരെണ്ണേ ഉള്ളു ശരിയല്ല, ബാക്കിയെല്ലാം ശരിയാണ്. ഒന്ന് നോക്കുക. വിവരസമ്പന്നരും വിവര ദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുകയാണ് അക്ഷയയുടെ ദൗത്യം. ശരിയാണ്. വിവരസമ്പന്നരും വിവര ദരിദ്രരും എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ വിഭജനം കുറയ്ക്കുക. അതായത് നഗര കേന്ദ്രത്തിൽ താമസിക്കുന്നവരും ഗ്രാമത്തിൽ കഴിയുന്നവരും തമ്മിൽ ഈ ഇന്റർനെറ്റിന്റെ ലഭ്യതയിലും അതുപോലെ വിവര പരിജ്ഞാനത്തിലും സമ്പന്നതയിലും വ്യത്യാസമില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ കൊച്ചി നഗരത്തിൽ താമസിക്കുന്ന ഒരാളിനും അട്ടപ്പാടിയിൽ താമസിക്കുന്ന ഒരാളിനും ഒരുപോലെയാണോ ഇന്റർനെറ്റും മറ്റ് ഈ പറയപ്പെട്ട സേവനങ്ങളും കിട്ടുക? അല്ല, ഉറപ്പാണ്. അപ്പൊ ഈ ഒരു അന്തരം കുറയ്ക്കുക, ഇതിനെ കറക്റ്റ് പറയുന്നത് ഡിജിറ്റൽ വിഭജനം ഇല്ലാതാക്കുക എന്നാണ്. ഡിജിറ്റൽ ഡിവിഷൻ ഇല്ലാതാക്കുക. അത് ഒന്നാമത്തത് അക്ഷയെ സംബന്ധിച്ച ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 2, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാരെ 2 കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും. അതിനെ പറയുന്നത് അതായത് പുത്തൻ സാമ്പത്തിക നയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ന്യൂ ഇക്കണോമിക് പോളിസി 1991 മൻമോഹൻ സിംഗ് PV നരസിംഹറാവു മന്ത്രിസഭ കൊണ്ടുവന്നത്. അതിൽ കൊണ്ടുവന്നൊരു മോഡലാണ് PPP മോഡലും BOT മോഡലും. ഇതിൽ PPP മോഡലിന്റെ ഫുൾ ഫോം പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃക. ഗവൺമെന്റും സ്വകാര്യ വ്യക്തികളും സംയുക്തമായി ചില ബിസിനസ്സുകളും മറ്റും ആരംഭിക്കുകയും മുടക്ക് മുതലിനെ അടിസ്ഥാനമാക്കി ലാഭവിഹിതം പങ്കിടുകയും ചെയ്യുന്ന മാതൃകയാണ് PPP. ഇപ്പൊ കേരളത്തിൽ വിഴിഞ്ഞം നമുക്കറിയാം അദാനിയുമായിട്ട് ചേർന്നാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര ടെർമിനൽ, അതുപോലെ സിയാൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, ഇതൊക്കെ PPP. ഒരുപാട് PPP മോഡൽ കേരളത്തിലുണ്ട്. അത്തരത്തിൽ അക്ഷയ സെന്ററും പ്രവർത്തിക്കുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള അക്ഷയ സെന്ററുകളുടെ എല്ലാം ഉടമസ്ഥന്മാർ സ്വകാര്യ വ്യക്തികളല്ലേ? ആണോ അല്ലയോ?
പക്ഷേ അവർക്ക് മേൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണമുണ്ട്. അതുകൊണ്ടാണ് സ്വകാര്യ അല്ലെങ്കിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃക. അപ്പം ഇതാണ് PPP മോഡൽ ആണെന്നാണ് പറയുക. ശരിയാണ്. പിന്നെയോ സർക്കാർ മുതൽ പൗരന്മാർ വരെ ഇതിനെ പറയുന്നത് G2C സേവനങ്ങൾ എന്നാ പറയുക. G2C, ഗവൺമെന്റ് ടു സിറ്റിസൺ. 4 തരം ട്രാൻസാക്ഷൻസ് ആണ് ഈ ഗവേണൻസിനുള്ളത്. ഒന്ന് കേട്ട് കാണും, G2G, ഗവൺമെന്റ് ടു ഗവൺമെന്റ്. 2 G2B, ഗവൺമെന്റ് ടു ബിസിനസ്. 3 G2C, ഗവൺമെന്റ് ടു സിറ്റിസൺ. 4 G2E, ഗവൺമെന്റ് ടു എംപ്ലോയീസ്. എന്നൂടെ പറയാം, 4 തരം ട്രാൻസാക്ഷൻസ് ഈ ഗവേണൻസിന്. ഒന്ന് G2G, G2G എന്ന് എഴുതുന്നത് കേട്ടോ, ഗവൺമെന്റ് ടു ഗവൺമെന്റ്. 2 G2B, ഗവൺമെന്റ് ടു ബിസിനസ്, വ്യാപാര വിഭാഗവും ഗവൺമെന്റ് തമ്മിലുള്ള ആശയവിനിമയം സുതാര്യമാക്കാൻ. അടുത്തത് G2C, നമ്മുടെ ഈ G2C, സർക്കാർ മുതൽ പൗരന്മാർ വരെ, അതായത് ഗവൺമെന്റ് ടു സിറ്റിസൺ ഉണ്ടോ. അടുത്തത് G2E എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ടു എംപ്ലോയീസ്. ഈ 4 വ്യവഹാരങ്ങളാണ്. ഇതിൽ അക്ഷയ സെന്റർ കൂടുതലും പൗരന്മാരുടെ സേവനങ്ങളല്ലേ കൈകാര്യം ചെയ്യുക. G2C അല്ലേ, അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോക്കുക, സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദി നൽകുന്നു. ശരിയല്ലേ? അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ശരിയാണോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി മുതലായവയൊക്കെ റിക്രൂട്ട്മെന്റ് ഏജന്റ് വല്ലതും ആണോ? അങ്ങോട്ട് ആരെ റിക്രൂട്ട് ചെയ്യാൻ, എന്ത് റിക്രൂട്ട് ചെയ്യാൻ? തെറ്റാണ്. അപ്പൊ മൂന്നാമത്തെ ഈ C എന്നത് തെറ്റാണ്. 4മത്തത് ICT വഴി. ICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിവര സാങ്കേതിക, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വഴി പൗരന്മാർക്ക് കാര്യക്ഷമവും സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു. ശരിയാണ് ഉണ്ടോ? അപ്പോ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത്. ശരിയല്ലാത്തത് ഓപ്ഷൻ C മാത്രമാണ്. അപ്പൊ C ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? അത് C ആണ്. അപ്പൊ C ആണ് ശരിയെന്ന് കറക്റ്റ് മാർക്ക് ചെയ്തവരുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ നമുക്ക് ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അടുത്ത സീരീസിൽ കുറെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോ ഫാൽക്കൺ BScയുടെ കോഴ്സുകളെ കുറിച്ച് മറ്റുള്ള വിവരങ്ങൾ ഈ വരാൻ പോകുന്ന വിഷു ഓഫർ അടക്കം താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, താഴെ പറഞ്ഞവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത്? സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത് എന്ന് പറഞ്ഞാൽ മതി, ഈസിയാണ്. ഓക്കെ, A, ഗവൺമെന്റ് നയങ്ങൾ നടപ്പിലാക്കൽ. B, നിയുക്ത നിയമനിർമ്മാണം. C, ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. D, സാമൂഹ്യ സേവനങ്ങൾ നിർവഹിക്കുന്നു. പെട്ടെന്ന് പറയൂ, ഇതിൽ ഏതോ ഒരെണ്ണം തെറ്റാണ്. സിവിൽ സർവീസിന്റെ കടമയല്ല, പ്രവർത്തനവും അല്ല. അത് ഏതായിരിക്കും? പെട്ടെന്ന് പറഞ്ഞേ, ഏതായിരിക്കും ശരി ഉത്തരം? കുറച്ച് പഠിക്കുന്നവർക്ക് ഒരു തെറ്റ് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കാരണം ഇവിടെ കുറെ പേരെങ്കിലും പെട്ടെന്ന് കമന്റ് ചെയ്തിട്ട് ഞാൻ ഉത്തരം പെട്ടെന്ന് കമന്റ് ചെയ്ത് ഏതായിരിക്കും ശരി ഉത്തരം? കുറെ പേരെങ്കിലും പറയാൻ ശ്രമിക്കുന്നത് മിക്കവാറും B ആയിരിക്കും. കാരണം നിയുക്ത നിയമനിർമ്മാണം എന്നൊരു വാക്ക്, നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്, നിയമനിർമ്മാണ സഭയാണ്. നിങ്ങൾ ആൾറെഡി കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പം എക്സിക്യൂട്ടീവിന്, അതായത് നമ്മുടെ സിവിൽ സർവീസിന് എന്താണ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളുണ്ട്. വെറും നിയമനിർമ്മാണമല്ല, നിയുക്ത നിയമനിർമ്മാണം സിവിൽ സർവീസിന്റെ പ്രധാനപ്പെട്ട കടമയാണ്. നിയുക്ത നിയമനിർമ്മാണം കടമയാണ് കേട്ടോ. അതുപോലെ ഗവൺമെന്റ് നയങ്ങൾ നടപ്പിലാക്കുന്നത് നമുക്കറിയാം, ഇത് ബ്യൂറോക്രസിയുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കടമയാണ്. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അറിയപ്പെടുന്ന പേരാണ് സിവിൽ സർവീസ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാന കടമയാണ് ഗവൺമെന്റ് നയങ്ങൾ നടപ്പിലാക്കൽ, നിയുക്ത നിയമനിർമ്മാണം. പിന്നെയോ സാമൂഹ്യ സേവനങ്ങൾ നിർവഹിക്കുന്നു. ശരിയല്ലേ? സാമൂഹ്യ സേവനങ്ങൾ നിർവഹിക്കുന്നു. നമുക്കറിയാം സേവനം പ്രധാനപ്പെട്ട മേഖലയാണ്. അപ്പോ ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുന്നതൊന്നും സിവിൽ സർവീസിന്റെ പണിയല്ല. ഗവൺമെന്റിനെതിരായ എതിർപ്പുകൾ സമാഹരിക്കുന്നത് തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്, വോട്ടെടുപ്പിലൂടെയാണ്, ജനകീയ വിചാരണയിലൂടെയാണ് എന്നുള്ളതാണ് ശരി ഉത്തരം. അതുകൊണ്ട് ലക്ഷ്യമല്ലാത്തത്, പ്രവർത്തനമല്ലാത്തത് ഗവൺമെന്റിനെതിരെ എതിർപ്പ് സമാഹരിക്കുകയാണ്. ഇനി എന്താണ് നിയുക്ത നിയമനിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പാർലമെന്റ് ആണ് നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ നിർമ്മിക്കുക. എന്നാൽ പാർലമെന്റിന് സമയം ലഭിക്കാതിരിക്കുകയോ
സാങ്കേതികമായ നിയമങ്ങൾ നിർമ്മിക്കേണ്ടി വരിക. ഉദാഹരണത്തിന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു നിയമം നിർമ്മിക്കണം, അല്ലെങ്കിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടൊരു നിയമം, അല്ലെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള നിയമങ്ങളിൽ പാർലമെന്റേറിയൻസിന് വേണ്ടത്ര അവഗാഹം അല്ലെങ്കിൽ പരിജ്ഞാനം ഉണ്ടാണോന്നില്ല. ആണോ ഇല്ലയോ? അപ്പൊ നല്ല വിദഗ്ധരായ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും നിയമം നിർമ്മിക്കാനായിട്ട്. അപ്പൊ പാർലമെന്റ് പല സാഹചര്യങ്ങൾ കൊണ്ടും തൊട്ട് താഴെയുള്ള എക്സിക്യൂട്ടീവിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നു. അത്തരം നിയമനിർമ്മാണത്തെ വിളിക്കുന്ന പേരാണ് നിയുക്ത നിയമനിർമ്മാണം അഥവാ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയും. കണ്ടോ, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, നിയുക്ത നിയമനിർമ്മാണം അഥവാ ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ. ഇത് സിവിൽ സർവീസിന്റെ കടമയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടുത്തെ കടമയല്ലാത്തത്, പ്രവർത്തനമല്ലാത്തത് ഗവൺമെന്റിനെതിരായ എതിർപ്പുകൾ സമാഹരിക്കുകയാണ്. ശരിയാക്കിയോ നിങ്ങള്? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് കേരള സർക്കാരിന്റെ ദുരന്ത നിവാരണ നയം 2010 കീഴിലുള്ള കാലാവസ്ഥയുമായി ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തത്തിന്റെ കാറ്റഗറി 1 കീഴിൽ വരാത്തത്? 122/22 ക്വസ്റ്റ്യൻ ആണ്. വെള്ളപ്പൊക്കം, മിന്നൽ, ചുഴലിക്കാറ്റ്, സുനാമി. ഏതായിരിക്കും വരാത്തത്? വരാത്തത് ഒന്നേ ഉള്ളൂ. അത് ഏതായിരിക്കും? സുനാമിയാണ് കാറ്റഗറി 1 ഉൾപ്പെടാത്തത്. ഉദ്യോഗാർത്ഥികളെ, ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം 2010 ദുരന്ത നിവാരണ നയം പ്രകാരം ഇപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMA രൂപീകരിച്ചത് എന്നാണ് പറഞ്ഞേ? 2007 മെയ് മാസം എത്രാം തീയതി? 4-ാം തീയതി, മെയ് 4-ന് രൂപീകരിച്ചു. KSDMA ദുരന്ത നിവാരണ നയം പുറത്തിറക്കിയത് 2010-ലാണ്. ദുരന്തങ്ങളെ 5 കാറ്റഗറികളായി തിരിച്ചിരിക്കുന്നു. കാറ്റഗറി 1 പേരാണ് ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. ഉണ്ടോ? കാറ്റഗറി 2 ഭൗമ ഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. കാറ്റഗറി 3 രാസ വ്യാവസായിക ആണവ ദുരന്തങ്ങൾ, രാസവ്യാവസായിക ആണവ ദുരന്തങ്ങൾ. കാറ്റഗറി 4 ജൈവികമായ ദുരന്തങ്ങൾ. ഉണ്ടോ? കാറ്റഗറി 5 എന്നറിയപ്പെടുന്നത് മനുഷ്യ നിർമ്മിത ദുരന്തങ്ങൾ. ഇതാണ് 5 ദുരന്തങ്ങൾ. കാറ്റഗറി 1 ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. ഈ കാറ്റഗറി 1-ൽ പെടാത്ത ദുരന്തം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. കണ്ടോ, കാറ്റഗറി 1-ന് കീഴിൽ വരാത്തത് ഉത്തരം ഏതാണ്? സുനാമി. എന്തുകൊണ്ട് സുനാമി വരുന്നില്ല? സുനാമിക്ക് ജലവുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിലും സുനാമി ഉണ്ടാകാൻ കാരണം ജലമല്ല, കാലാവസ്ഥയുമല്ല. പിന്നെ എന്താണ്? ഹൈ ഇന്റൻസിറ്റി ഓഫ് എർത്ത്ക്വേക്ക് അല്ലേ? ശരിയല്ലേ? കടൽത്തറ ഭാഗത്ത് സീ ഫ്ലോറിൽ ഉണ്ടാകുന്ന അതിശക്തമായ ഭൂകമ്പമാണ് സുനാമി തിരമാലകൾ ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് കാറ്റഗറി 2-ലാണ് സുനാമി വരിക. സുനാമി വരുന്നത് സുനാമി, ഭൂകമ്പം എല്ലാം തന്നെ കാറ്റഗറി 2 ഭൗമഘടന. മനസ്സിലായോ? പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഫാൽക്കൺ PSCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഏറെ ചോദ്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങളെല്ലാം ശരിയായി, മുഴുവൻ ശരിയായവരെ ഒന്ന് കമന്റ് ചെയ്യണേ. എല്ലാവർക്കും, മുഴുവൻ ശരിയാക്കിയവർക്കും ശരിയാക്കാൻ ശ്രമിച്ചവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ നമുക്ക് മറ്റു ചില വ്യത്യസ്തമായ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.